ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വാട്ടർ പൂരിയില്ലേ, എണ്ണയില്ലാതെ വെള്ളത്തിൽ എങ്ങനെ നമുക്ക് പൂരി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പൂരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പൂരി എണ്ണയിലല്ലേ വറുത്തെടുക്കാറ്. അതിൽ വ്യത്യസ്തമായിട്ട് വാട്ടർ പൂരി, അതായത് വെള്ളത്തിൽ പൂരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വെള്ളത്തിൽ പൂരി തയ്യാറാക്കുന്നത്. ഞാൻ പൂരി തയ്യാറാക്കിയത് ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അതിനു വേണ്ടി നമുക്കാദ്യം ഗോതമ്പ് പൊടിയും മൈദയാണ് ഞാൻ അതിന് വേണ്ടി എടുക്കുന്നത്. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് 1/2 കപ്പ്, 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഇനി 1 ടീസ്പൂണ് അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ മാവൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ വെള്ളത്തിൽ പൂരി നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ നല്ല കാര്യമാണല്ലോ അല്ലേ. കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്ക് എണ്ണ ഉപയോഗിക്കാതെ പൂരി വെള്ളത്തിലൊക്കെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം നമുക്ക്. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. മാവൊക്കെ നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ചെറിയ ഉരുളകളാക്കി ഉരുട്ടി നമുക്കിത് ഓരോന്നായി പരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഓരോരോ പൂരി ഞാനിവിടെ പരത്തി വെക്കുന്നുണ്ട്. ഓരോന്നോരോന്നായി പരത്തി വെക്കുകയാണ്. കുറേ ആയി ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാട്ടർ പൂരി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന്. ഇവിടെ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്, പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ വെള്ളം തിളക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മളൊരു പൂരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വെള്ളത്തിലായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അത് തിരിഞ്ഞ് വീണിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി ഇത് റെഡി ആയിക്കോന്ന് നോക്കാം. ഇതിൻ്റെ കണ്ടോ, ഇത് അടിക്ക് പിടിച്ചിട്ടുണ്ട്, ഇത് പൊട്ടിപ്പോയി, പൂരി പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്കിനി അടുത്ത പൂരി ഒന്നുകൂടെ ഇട്ട് നോക്കാം. അങ്ങനെ വിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇനി നമ്മുടെ ഒരു പൂരി കൂടി നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു പൂരി ഉണ്ടാക്കിയത് പൊട്ടിപ്പോയി. ഇനി അടുത്തത് അവസ്ഥ എന്താവുമെന്ന് അറിയില്ല, നമുക്കൊന്ന് നോക്കാം. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് ഇതിട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൂരി തിരിച്ചിട്ട് കൊടുത്തു. നല്ലപോലെ വെള്ളം തിളക്കുന്നത് കൊണ്ട്
ഇത് പൊട്ടിയിട്ടൊന്നുമില്ല. ഇത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പൊട്ട് വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ അടുത്ത പൂരി നമുക്കിങ്ങനെ ഇട്ട് നോക്കാം. അങ്ങനെ ഇവിടെ ഞാൻ 2-3 പൂരി ഇങ്ങനെ പൊരിച്ച് നോക്കിയതാണ് കേട്ടോ, വെള്ളത്തിൽ എങ്ങനെയാണ് പൂരി ചുട്ടെടുക്കുക എന്ന്. പക്ഷെ നമ്മളിത് എണ്ണയിൽ വറുത്തെടുക്കും പോലെ നമുക്ക് ഒരിക്കലും ആവില്ല. ഇങ്ങനെ പൂരി അങ്ങനെ പൊങ്ങി വരുമൊന്നുമില്ല. വെന്ത് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ മോമോസൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റും. അത് മൈദ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണല്ലോ, മൈദ കുഴച്ചെടുത്തിട്ട് അങ്ങനത്തെ അത് കഴിക്കുന്നവർക്കൊക്കെ നമുക്കിത് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. നമുക്കിത് കണ്ടോ, എൻ്റെ ഒരു പൂരി കണ്ടോ, ഇങ്ങനെയാണ് ഇത് നമ്മൾ ചുട്ടെടുത്താൽ കിട്ടുക. പൊട്ടാതെ എടുത്താൽ ഇങ്ങനെ കിട്ടും. ഇനി നമ്മുടെ ഇതിലേക്ക് ഞാനൊരു ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ തേങ്ങയും ശർക്കരയും ഒക്കെ പാവ് ഒളിച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചുറ്റിയെടുത്ത് നമുക്കിങ്ങനെ ഒരു ഡിഷാക്കി കഴിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് തീരെ കഴിക്കാൻ പറ്റാതെയൊന്നുമല്ല. ഷുഗർ, കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒക്കെ നല്ലതായിരിക്കും. ഗോതമ്പ് പൊടിയാണ്, പിന്നെ എണ്ണയില്ല. അങ്ങനെയൊക്കെ നോക്കിയാൽ ഇത് കഴിക്കാൻ പറ്റുന്നവർക്ക് കഴിക്കാം. പക്ഷെ നമ്മുടെ സാദാ പൂരി പോലെ പൊങ്ങി വരത്തൊന്നുമില്ല. ബാക്കി പൂരിയൊക്കെ ഞാൻ എണ്ണയിൽ വറുത്ത് കോരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് എണ്ണയിലേക്ക് എണ്ണ ചൂടാക്കി ഇട്ട് കൊടുത്തതാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി വന്നത് കണ്ടില്ലേ. ഇതുപോലെയൊന്നും വെള്ളത്തിലിട്ടിട്ട് പൊങ്ങി വരുന്നൊന്നുമില്ല. പക്ഷെ കഴിക്കാൻ തീരെ പറ്റാതെയൊന്നുമല്ല, കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ വെച്ച് നല്ലപോലെ പൊട്ടാതെയൊക്കെ നമ്മൾ അത് വെള്ളത്തിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവാം. പക്ഷെ നമ്മുടെ എണ്ണയിൽ വറുത്തെടുക്കുന്ന പൂരി പോലെ ആവില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനും വാട്ടർ പൂരി തയ്യാറാക്കി നോക്കിയതാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ പുതിയൊരു വീഡിയോയുമായി അടുത്ത് കാണാം ഇൻഷാ അല്ലാഹ്.